മിഷനാണ്. ജൂപ്പിറ്റർ ഐസി മൂൺസ് എക്സ്പ്ലോറർ എന്നാണ് ഇതിന്റെ ഫുൾ ഫോം. അതായത് ജൂപ്പിറ്ററിന്റെ ഐസി മൂണുകളായ യൂറോപ്പ, കലിസ്റ്റോ, ഗാനിമേഡ് ഈ 3 ഉപഗ്രഹങ്ങളെ കുറിച്ച് പഠനങ്ങൾ നടത്തലാണ് ഈ മിഷൻ കൊണ്ടുള്ള പ്രധാന ലക്ഷ്യം. 2023 യൂറോപ്പ് സ്പേസ് ഏജൻസി ഈ ഒരു പേടകത്തെ ലോഞ്ച് ചെയ്തത്. ഏതാണ്ട് 8 വർഷത്തെ യാത്രയ്ക്ക് ശേഷം 2031 ഈ ഒരു പേടകം ജൂപ്പിറ്ററിന്റെ അടുത്തെത്തിച്ചേരുക. ഇനി രണ്ടാമത്തെ പേടകമാണ് യൂറോപ്പ ക്ലിപ്പർ. നാസ റീസെന്റ് ആയിട്ട് വിക്ഷേപിച്ച ഒരു പേടകമാണിത്. യൂറോപ്പ വാസയോഗ്യമാണോ എന്നും യൂറോപ്പയുടെ സമുദ്രത്തിൽ ജീവന്റെ സാന്നിധ്യമുണ്ടോ എന്ന് കണ്ടെത്തലുമാണ് ഈ ഒരു ദൗത്യം കൊണ്ട് നാസ ലക്ഷ്യമിടുന്നത്. 2024 വിക്ഷേപിച്ച ഈ പേടകം ഏകദേശം 6 വർഷത്തെ യാത്രയ്ക്ക് ശേഷം 2030 യൂറോപ്പയിൽ എത്തിച്ചേരുക. സോ ഈ ഒരു ദൗത്യം യൂറോപ്പയിൽ എത്തിച്ചേരുന്നതോടെ യൂറോപ്പയെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയുവാനും പഠിക്കുവാനും കഴിയുമെന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട